ഹായ് ഹലോ ഓൾ HB സയൻസസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിന്റെ ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ചാപ്റ്ററിലെ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് മുന്നേ ഉള്ള ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡീസിലെ ഡെറിവേഷൻസ് കണ്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനലിലെ സെമസ്റ്റർ 1 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മറക്കാതെ കാണുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് കടക്കാം. ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് റൊട്ടേഷൻ എന്ന് അറിയണം. വാട്ട് ഈസ് റൊട്ടേഷൻ? ഞാൻ നിങ്ങൾക്ക് ഇതേ ഈ റിജിഡ് ബോഡിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാ ഞാൻ? ഇതിന്റെ റൊട്ടേഷൻ എന്താണെന്ന് ഞാൻ പറയാൻ വേണ്ടി പോവുക. എങ്ങനെ ഈ ഒരു ഓബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് റൊട്ടേഷൻ? ഞാൻ ഒരു ആക്സിസ് വരയ്ക്കുക. സപ്പോസ് ഇറ്റ്സ് ആൻ ഇമാജിനറി ആക്സിസ്. ഇതിന്റെ ആക്സിസ് ഇതാണെന്ന് വിചാരിക്കുക. ഈ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങാൻ പോവാന്ന് വിചാരിക്കുക. എങ്ങനെ കറങ്ങും? ലൈക്ക് ദിസ് അല്ലേ? ഇതല്ലേ റൊട്ടേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് റൊട്ടേഷൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ള ഒരു റൊട്ടേറ്റിംഗ് ഓബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജിയാണ് ഈ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇനി എന്തറിയാം? കൈനറ്റിക് എനർജി നമ്മൾ പണ്ടേ അല്ലെങ്കിൽ കൊച്ചിലേ പഠിച്ചിട്ടൊരു കാര്യമുണ്ട്. വാട്ട് ഇസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണെന്ന് പലവട്ടം പറഞ്ഞത്. ഹാഫ് mv². അപ്പോൾ നമുക്കൊരു ധാരണ വരും. ഒരു റൊട്ടേറ്റിംഗ് ഓബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ മാസിനെയും വെലോസിറ്റിയെയും മാത്രമായിരിക്കുമെന്ന്. ബട്ട് അല്ല. അതാണ് ഞാൻ എഴുതാൻ പോവുക. ദ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി, the kinetic energy of a rotating body about an axis is depends not only upon its mass and angular velocity. അതായത് റൊട്ടേറ്റിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജി അബൌട്ട് ആൻ ആക്സിസ് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്, മാസിനെയും അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റിയെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും? It depends on the position of the axis. Depends on the position of the axis and also the distribution of mass. About the axis. Okay അല്ലേ? സോ ഇവിടെ നിങ്ങൾ റിജിഡ് ബോഡി ആണ്. കൺസിഡർ എ റിജിഡ് ബോഡി ഓഫ് ടോട്ടൽ മാസ് ക്യാപിറ്റൽ M എന്ന് വിചാരിക്കുക. ഇനി ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ധാരാളം, അല്ലെങ്കിൽ ഇത് റൊട്ടേഷൻ, ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതിങ്ങനെ ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇൻ ദിസ് ഡയറക്ഷൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് ബ്ലാക്ക് ആക്സിസ്. ഓക്കെ അല്ലേ? ഇനി ഈ റിജിഡ് ബോഡി മേക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ധാരാളം സ്മോൾ മാസ് ഉള്ള ധാരാളം ടൈനി പാർട്ടിക്കിൾസ് കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് എന്ത്? ഈ ടോട്ടൽ റിജിഡ് ബോഡി എന്ന് വിചാരിക്കും അല്ലേ? സോ ഇങ്ങനെ ധാരാളം ടൈനി പാർട്ടിക്കിൾസ് കൂടിച്ചേർന്നുണ്ടായതാണ് ഈ റിജിഡ് ബോഡി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത്തരത്തിലുള്ള ഒരു ടൈനി പാർട്ടിക്കിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇറ്റ് ഈസ് P. ഞാൻ എഴുതുവാണ്. കൺസിഡർ എ പാർട്ടിക്കിൾ P of elementary mass small m and ഈ ആക്സിസിൽ നിന്നും അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് അല്ലെങ്കിൽ ഈ ആക്സിസിൽ നിന്നും ഇത് സ്മോൾ r ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ r ഫ്രം ദ സെന്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയാം? ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് small r from the center of mass. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? അതിന് മുന്നേ മൊമെന്റ് ഓഫ് ഇനർഷ്യ പോട്ടെ, ഇതിന്റെ കൈനറ്റിക് എനർജി കാണുന്നതിന് മുന്നേ ഞാൻ പറയുക, ഇതിന്റെ ലീനിയർ വെലോസിറ്റി എന്തായിരിക്കും? ലീനിയർ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ.
ഓഫ് ദ പാർട്ടിക്കിൾ പി. അത് v ആണെന്ന് വിചാരിക്കും. ഇനി ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ പി. ഓഫ് ദ പാർട്ടിക്കിൾ പി ഇട്ടോളെ. ഓഫ് ദ പാർട്ടിക്കിൾ പി എന്തായിരിക്കും? ഒമേഗ ആയിരിക്കും. ആൻഡ് ദർ ഈസ് എ റിലേഷൻ കണക്ടിങ് ദീസ് ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. നമുക്കറിയാം v is equal to r ഒമേഗ അല്ലെ? ഇതവിടെ ഇരിക്കട്ടെ. So the kinetic energy of the particle p is equal to നമുക്ക് എന്ത് പറയാം? half mv square ആണല്ലോ ഇക്വേഷൻ. half mv square ആണല്ലോ ഇക്വേഷൻ. that is half m. what is v? v എന്ന് r ഒമേഗ അല്ലേ? so r omega the whole square, which means എങ്ങനെ പറയാം? half m r square omega square. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ റിജിഡ് ബോഡിയുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിലെ ഒരു പാർട്ടിക്കിൾ പി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ മാസ്, എലമെന്ററി മാസ് സ്മോൾ എം ഉള്ള ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി കിട്ടി. എനിക്ക് എന്ത് കിട്ടി? ഹാഫ് എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഇതിൽ കാര്യം പറയട്ടെ, ഈ ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്ന വിചാരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എല്ലാ പാർട്ടിക്കിളും ഒരുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒരുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നത്. യെസ്, എല്ലാവരും ഒരുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ കൈനറ്റിക് എനർജി തന്നെ ഇതിനും ആയിരിക്കും, ഇതിന്റെ അത് തന്നെ ആയിരിക്കും. സോ ടോട്ടൽ ഈ റിജിഡ് ബോഡിയുടെ മൊമെന്റോ ഈ ടോട്ടൽ റിജിഡ് ബോഡിയുടെ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ സമ്മേറ്റ് ചെയ്താൽ പോരെ? ഉറപ്പായിട്ടും മതി. സോ ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഹോൾ ബോഡി, കൈനറ്റിക് എനർജി ഓഫ് ദ ഹോൾ ബോഡി ഈക്വൽ ടു എന്ത് പറയാം? സിഗ്മേഷൻ അല്ലെങ്കിൽ സമ്മേഷൻ ഓഫ് ആരെയൊക്കെ? ഹാഫ് എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ അല്ലെ? ഹാഫ് എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. എന്തുകൊണ്ട് സമ്മേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? കാരണം എല്ലാവരും റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരുപോലെയാണ്. ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് എല്ലാവരും റൊട്ടേറ്റ് ചെയ്യുന്നത് സെയിം ആയിട്ടാണ്. ദാറ്റ്സ് വൈ നമ്മൾ അങ്ങനെ എടുത്തു. ഓക്കെ അല്ലേ? ഇനി സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, ഇവിടെ സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ the moment of inertia of the whole rigid body ആണെന്ന് വിചാരിക്കും. moment of inertia of the whole rigid body about an axis. ക്ലിയർ ആയോ? അതായത് ഇവിടെ ഈ സ്മോൾ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മേഷൻ ഓഫ് സ്മോൾ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? moment of inertia of the whole rigid body about this axis എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഐ എന്ന് ഓർത്തൂടെ? ഐ കൊടുക്കാം. സോ എങ്ങനെ മാറും? ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ body is equal, total kinetic energy of the whole body is equal to, അല്ലെങ്കിൽ whole rigid body is equal to, of whole rigid body is equal to എന്ത് പറയാം? ഈ സിഗ്മ എം ആർ സ്ക്വയറിന് വാല്യൂ ഐ ആണെന്ന് പറയാം. ബാക്കി ആരൊക്കെയാ ഉള്ളത്? ഒരു ഹാഫ് ഉണ്ട്. സോ ഹാഫ് എടുത്തു. സിഗ്മ എം ആർ സ്ക്വയറിന് വാല്യൂ ഐ ആണെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇതാണ് കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി എന്ത് പറയാം? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. മറക്കൂലല്ലോ? ക്ലിയർ അല്ലേ? സോ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് ഒരു റൊട്ടേറ്റിംഗ് ഓബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. കഴിഞ്ഞില്ല. ഞാൻ ഇനി നമുക്ക് എന്ത് കിട്ടി? കൈനറ്റിക് എനർജി ഞാൻ കെ എടുത്തു. കെ ഇസ് ഈക്വൽ ടു എന്താ കിട്ടിയേ? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്നാ കിട്ടിയേ. ഒമേഗ സപ്പോസ് ഞാൻ പറയാം, സപ്പോസ് ഒമേഗയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കും. സപ്പോസ് ഒമേഗ ഇസ് ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കും. ആംഗുലാർ വെലോസിറ്റി വാല്യൂ 1. വാട്ട് ഇസ് എ യൂണിറ്റ് ഓഫ് ഒമേഗ? ഇറ്റ് ഈസ് റേഡിയൻ പെർ സെക്കൻഡ് അല്ലേ? റേഡിയൻ പെർ സെക്കൻഡ്. 1 റാഡ് പെർ സെക്കൻഡ് എന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെ മാറും? ദാറ്റ് ഈസ് കെ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു 1 സ്ക്വയർ, അല്ലെങ്കിൽ 1 എന്നാവൂലേ? അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഐ ഇസ് ഈക്വൽ ടു എന്ത് പറയാം? ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ്, ഞാൻ ഇവിടുന്ന് ബാക്കി എഴുതുവാണ് മുകളിലോട്ട്. ഇവിടുന്ന് ബാക്കി എഴുതുന്നത്. ദാറ്റ് ഈസ് ഇവിടുന്ന് ഐ ഈക്വൽ ടു എന്ത് പറയാം? ഐ ഇസ് ഈക്വൽ ടു 2k എന്ന് പറഞ്ഞൂടെ? ഐ ഇസ് ഈക്വൽ ടു 2k എന്ന് പറഞ്ഞൂടെ? അപ്പൊ എനിക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് എനിക്ക് വേറൊരു ഡെഫിനിഷൻ കിട്ടിയില്ലേ? വാട്ട് ഇസ് ദ ഡെഫിനിഷൻ? ദാറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ, the moment of inertia of a body may also be defined as the
ഡിഫൈൻഡ് അസ് മതി. ഡിഫൈൻഡ് അസ് ട്വൈസ് ദ കൈനറ്റിക് എനർജി അല്ലെ, ട്വൈസ് അല്ലേ, 2k എന്നല്ലേ നിങ്ങൾ ഐ ഈക്വൽ ടു 2k മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈക്വൽ ടു 2k എന്നല്ലേ കിട്ടിയേ. ദാറ്റ് ഈസ് ട്വൈസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. എപ്പോഴാണ് അത് ട്വൈസ് ആവുന്നേ? ട്വൈസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി when angular velocity is at unity. When angular velocity being unity. അതായത് എപ്പോഴാണോ ആംഗുലാർ വെലോസിറ്റിയുടെ വാല്യൂ, ആംഗുലാർ വെലോസിറ്റി 1 ആവുന്നത്, യൂണിറ്റി മീൻസ് 1 എന്നല്ലേ അർത്ഥം, യൂണിറ്റി ആവുന്നത്, then ആ സമയത്ത് നമുക്ക് എന്ത് പറയാം, എപ്പോഴാണോ അത് യൂണിറ്റി ആവുന്നത്, then we can say ആ സമയത്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ട്വൈസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പോൾ ഈ റിലേഷൻ മറക്കരുത്. ഒന്നുകൂടെ പറയാം, നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ എക്സാമിന് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു ദ കൈനറ്റിക് എനർജി. എന്ത് പറയണം, ഐ ഈസ് ഈക്വൽ ടു 2k ആണ്. എപ്പോഴാണ് സാധനമൊക്കെ പറയാൻ പറ്റുന്നത്, വെൻ ആംഗുലാർ വെലോസിറ്റി ഈസ് ബീയിങ് യൂണിറ്റി. ആംഗുലാർ വെലോസിറ്റി യൂണിറ്റി ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി മേ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ട്വൈസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. ക്ലിയർ അല്ലേ? അടുത്ത് നമുക്ക് ഇതിലൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിക്കാനുണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് പഠിക്കാനുണ്ട്. ആ റിസൾട്ട് ഇതാണ്, റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ കൈനറ്റിക് എനർജി ആൻഡ് ആംഗുലാർ കൈനറ്റിക് എനർജി, അതായത് കെ, ഞാൻ കെ നിർത്തും, അല്ലെങ്കിൽ നമുക്ക് ഇ നിർക്കാം, ആംഗുലാർ കൈനറ്റിക് ഇ നിർക്കാം, ഇ ഇവിടെ സപ്പോസ് ഇവിടെ മാത്രം ഞാൻ ഇ എടുക്കുക, ആൻഡ് ആംഗുലാർ മൊമെന്റം. ആൻഡ് ആംഗുലാർ മൊമെന്റം is J അല്ലേ, ആംഗുലാർ മൊമെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന J ഉണ്ടല്ലേ, J. അപ്പോൾ ആംഗുലാർ കൈനറ്റിക് എനർജിയുടെയും ആംഗുലാർ മൊമെന്റത്തിന്റെയും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ എന്ത് കിട്ടും, നമുക്കറിയാം, എന്തറിയാം, J is equal to I ഒമേഗ അല്ലേ, ഓൾറെഡി പഠിച്ചതാ. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ, I ഒമേഗ ആണ് ഇക്വേഷൻ, I ഒമേഗ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി ആണല്ലോ. എന്തറിയാം, ജെയുടെ വാല്യൂ എന്താ, ഇറ്റ് ഈസ് I ഒമേഗ. നമുക്ക് ഓൾറെഡി നമുക്ക് എന്തറിയാം, എനർജി, കൈനറ്റിക് എനർജി നമുക്ക് എന്തെന്നാ കിട്ടിയത്, ഹാഫ് I ഒമേഗ സ്ക്വയർ എന്നാ കിട്ടിയത്. ഇതിൽ നിന്ന് ഞാൻ ഒമേഗ കണ്ടുപിടിക്കാൻ പോവാ, 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 2E is equal to എനിക്ക് എന്തെന്ന് കിട്ടും, 2E is equal to എനിക്ക് I ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. അതിൽ നിന്ന് ഒമേഗ സ്ക്വയർ എന്തെന്ന് കിട്ടും, ഒമേഗ സ്ക്വയർ is equal to ഈ I അപ്പുറത്തേക്ക് പോകുമ്പോൾ 2E/I എന്ന് കിട്ടും അല്ലേ. അതിൽ നിന്ന് ഒമേഗ ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും, റൂട്ട് ഓഫ് 2E/I എന്ന് കിട്ടും. ഈ റിസൾട്ട് കൈ വെച്ചേക്കുക അല്ലേ. അതായത് എനർജി, കൈനറ്റിക് എനർജി എന്താ കിട്ടിയത്, ഹാഫ് I ഒമേഗ സ്ക്വയർ എന്നാണ് കിട്ടിയത്. അതിൽ നിന്ന് I ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഈ 2 ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2E എന്ന് കിട്ടും. 2E is equal to I ഒമേഗ സ്ക്വയർ. അതിൽ നിന്ന് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും, ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2E/I, അതായത് ഒമേഗ is equal to ഈ സ്ക്വയർ ഈ സൈഡിലോട്ട് പോകുമ്പോൾ റൂട്ടായിട്ട് മാറും, റൂട്ട് 2E/I എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ, J ആംഗുലാർ മൊമെന്റം ഈക്വൽ ടു I ഒമേഗ എന്നല്ലേ, I ഒമേഗ, ദാറ്റ് ഈസ് I ഇൻറ്റു വാട്ട് ഈസ് ഒമേഗ, ഒമേഗയുടെ വാല്യൂ എന്താ, റൂട്ട് 2E/I ആണ് വാല്യൂ അല്ലേ. ഇതിനെങ്ങനെ എഴുതാം, എനിക്ക് ഐനെ എങ്ങനെ എഴുതാം, നമുക്കൊരു ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ അറിയാം. വാട്ട് ഈസ് എ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് എന്ന് എഴുതി കൂടെ, ബി ആണെങ്കിൽ റൂട്ട് ബി ഇൻറ്റു റൂട്ട് ബി എഴുതി കൂടെ. സോ ഐനെ എങ്ങനെ എഴുതാം, ഐ ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് I ഇൻറ്റു റൂട്ട് I അല്ലേ, ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം, എനിക്ക് റൂട്ട് ഓഫ് 2E/I എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, എനിക്ക് റൂട്ട് 2E ഡിവൈഡഡ് ബൈ റൂട്ട് I എന്ന് എഴുതി കൂടെ. കാരണം റൂട്ട് A/B എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് A/√B ആണ്. ഇതിന് റൂട്ട് ഐയും ക്യാൻസൽ ആവും. നമുക്ക് എന്ത് കിട്ടും, J is equal to റിലേഷൻ കിട്ടും, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2EI എന്ന് കിട്ടും, 2EI അല്ലേ. അതിൽ നിന്ന് ഞാൻ സ്ക്വയർ എടുക്കുകയാണ്, രണ്ട് സൈഡും. ഇവിടെ സ്ക്വയർ റൂട്ട് മാറ്റാൻ വേണ്ടി ഞാൻ രണ്ടിനെയും സ്ക്വയർ എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, J സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ റൂട്ട് അങ്ങ് മാറി കിട്ടും. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് മാറും, എന്ത് മാത്രം വരും, 2EI എന്ന് മാത്രം വരും. എനിക്ക് വേണ്ട എന്താ, ഇവിടുന്ന് ഞാൻ ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുക.
സോ എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു, ഈ മാത്രം കീപ്പ് ചെയ്തിട്ട് ഈ രണ്ട് ടൈമിനെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. ദാറ്റ് ഈസ് ജെ സ്ക്വയർ ബൈ 2i എന്ന് കിട്ടും. ഇതാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ഇ ആൻഡ് ദി ആംഗുലർ മൊമെന്റം ജെ. ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആംഗുലർ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഇയുടെയും റൊട്ടേഷണൽ മൊമെന്റം ജെയുടെയും റിലേഷൻ പറ. ഇസ് ഈക്വൽ ടു എന്താ റിലേഷൻ? ഇ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ബൈ ജെ സ്ക്വയർ, ഐ അല്ല ജെ. ജെ സ്ക്വയർ ബൈ 2i. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആൻഡ് റൊട്ടേഷണൽ മൊമെന്റം, അത് ആംഗുലർ മൊമെന്റം. ഓക്കെ അല്ലേ? സോ താങ്ക് യു ഫോർ വാച്ചിങ് HP സയൻസ് ക്ലാസ്സസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസിൻ്റെ അപ്ഡേറ്റ്സും കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് HP സയൻസ് ക്ലാസ്സസ്.